അതെന്താ എന്തോ വയ്യ എന്തോ പറയാൻ ബർത്ത്ഡേ എന്തോ അത് കഴിഞ്ഞിട്ട് ഉടനെ വരാന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റീവിന്റെ ഫണ്ട് ആരുടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ? ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ പറഞ്ഞോടാ ചന്ദ്ര. പമ്പാവാസൻ എന്റെ ഫ്രണ്ടാണ്, അവൻ വന്നിട്ടില്ല ഇതുവരെ. എടാ ഇത് അതേമാതിരി ഡെസ്ട്രോവും അവന്റെ ഗ്രൈൻഡിങ് മണി കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ഡെസ്ട്രോ വരത്തില്ല, വരല്ല. ബാൻ ആണോ? ഓക്കെ ഓക്കെ. ഹലോ എടാ വാസോന് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത്? അല്ല ഇവന്മാര് ഈ കാര്യത്തിനെ പറ്റി ഈ ഒന്നും രണ്ടാമത്തെ ഇങ്ങനെ വെടിവെക്കാൻ ആ ഒരു കാര്യങ്ങളല്ലേ, അത് ഇച്ചിരി ഓവറാണ്. അത് ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയാണ് ഏറ്റവും ഇറസ്പോൺസിബിൾ ഇതിനകത്ത്, പറയാതിരിക്കാൻ വയ്യ. എന്നാ ഒരു കാര്യം ചെയ്യാം, ചന്ദ്രനോട് ചേർത്ത് നീകൻ 5 മാസത്തെ സസ്പെൻഷൻ. ഇനി സംസാരിക്കല്ലേ, ഞാൻ ചന്ദ്രനോട് എടുക്കാൻ വെച്ചിരുന്നായിരുന്നു. ചന്ദ്രൻ എടുത്തോളാം. അപ്പൊ പിന്നെ അത് എടുക്കാം. ആ എടാ ഈ സിറ്റുവേഷൻ ഇല്ലേ, ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ ആയിരുന്നു. പുറത്തുള്ള ആൾക്കാരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു. ഇല്ല അണ്ണ, ഇത് അൺവാണ്ടഡ് ഒരിക്കലല്ല അണ്ണ, അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. എനിക്ക് മന്ദാരമൊക്കെ വെളിയിൽ വന്ന് മെസ്സേജ് അയച്ചു, ഇതൊരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ആയിരുന്നു അണ്ണ, എന്താ ചന്ദ്രൻ ഒരു ആവശ്യം ഇല്ലാതെ എടുത്തതാന്നൊക്കെ പറഞ്ഞു. എന്നെ എവിടെയൊന്ന് കൊണ്ടിരുന്നോടാ, ഞാൻ ഇങ്ങോട്ടേ ഫോട്ടോ എന്നെ എവിടെയെല്ലാം കൊണ്ട് ഇരുന്നോടാ, എനിക്ക് കണ്ടുകൊണ്ടോടാ, കണ്ടുകൊണ്ടോടല്ലോടാ. എവിടെ ഇരിക്കാണ് കണ്ടു കാണാത്തോണ്ടാണല്ലോടാ. അണ്ണാ ആശയം കേറാൻ പറ്റുന്നില്ല അണ്ണാ. ഹലോ കണ്ണ് എടാ നീ തിരിഞ്ഞിരിക്കുന്നേ, കണ്ണ് കാണാത്തവനെ. അവന് കണ്ണു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ ഇട്ടിട്ട് പോയവളുടെ ബർത്ത്ഡേ ആണോ ഇന്ന്? അത് പിങ്കും നീലയും അവന്റെ എഴുതി വെച്ചിട്ടുണ്ട് ലവ് പ്രൊഫസർ എന്ന്. അവനെ തിരിച്ചിരുത്തറ. എടാ നിനക്ക് കണ്ണ് കാണാലോടാ, പിന്നെന്തിനാ നീ തിരിഞ്ഞിരിക്കുന്നേ? സംസാരിക്കുന്നേ സാധ്യതയില്ലല്ലോടാ, എനിക്ക് അറിഞ്ഞൂടല്ലോടാ. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കും. വാ വാ വാ. അവന്റെ ഈ കസാരലിരുന്നു, വലിയ കസാരലിരുന്നു, വലിയ കസാരലിരുന്നു. ഒന്ന് മാറിക്കൊടാ, കണ്ണ് കാണാത്തവനാടാ, ഒന്ന് മാറിക്കൊടാ പ്ലീസ്. സാധ്യത ഇല്ലാത്തോണ്ടാണ്. നീ ഇവിടെ നീ 70 കോടി വാങ്ങിച്ചില്ലേ എന്റെ അതെവിടെ? അത് തരാൻ ടൈമായി. 70 കുറച്ച് ടൈം പറ്റൂല ഇപ്പൊ കൊടുക്കണോ? പൈസ പറ്റിക്കല്ലേ നീ വാങ്ങിച്ചു, നാളെ തരാ വാങ്ങിച്ചല്ലേ, പറ്റിക്കല്ലേ നീ താ. അഭിനയങ്ങളാ, മനസ്സിലായ? നീ ഓമ്പിച്ചല്ലേടാ. ഇതെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞ എ ക്ലാസ് കള്ളന്മാരാണ് ഇത് കാണുന്നത്, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ കണ്ട പോലും ഇല്ല കേട്ടോ, അതിനുള്ള ബുദ്ധി ഇല്ല അവന്. കണ്ണാപ്പി പോവോ എന്തി? കണ്ണു വയ്യാത്തോണ്ട് കുഴപ്പമില്ലായിരുന്നു ഇന്ന്. എനിക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്, ഞാൻ സ്ട്രിക്റ്റ് ആണ്. അതെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കാൻ പോയി. ഞാൻ ഇന്ന് കുറച്ച് ഡിസിഷൻസ് പറയാം. നീ ഇതുവരെ കണ്ടുപിടിക്കാത്ത അച്ഛൻ ഡ്രാക്കുളയാണെന്ന് തിരിച്ചറിഞ്ഞാ? എനിക്ക് ചെറിയ എബിലിറ്റീസ് ഉണ്ട്. ഒരു മിനിറ്റ് അണ്ണാ,
നീ എന്താ വാസൻ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നായിന്റെ മോനെ ഞാനൊന്നും പറഞ്ഞില്ല. നീ ഇല്ല അനാവശ്യമുള്ള സിറ്റുവേഷൻ ആണ് നീ പറഞ്ഞെന്ന് പറഞ്ഞു വാസനെ. നീ എനിക്ക് വലിയ ഒന്ന് മെസ്സേജ് അയച്ചില്ലേ ചന്ദ്രൻ അനാവശ്യമായിട്ട് സിറ്റുവേഷൻ എടുത്തതാണ് 14 ദിവസം സസ്പെൻഷൻ ഉണ്ടെന്ന്. കള്ളനായി എന്റെ ഞാൻ കൂടെ ഒരു കാര്യം സസ്പെൻഷൻ ചിലപ്പോ മാറും, ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ. ഭാഗ്യം ഉണ്ടെങ്കിലല്ല ചന്ദ്രനെ അവന്റെ എടാ, ഞാനൊരു കാര്യം പറയട്ടെ? സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ- ചന്ദ്രനെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് പറഞ്ഞു 5 ദിവസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തരണം എനിക്ക്. പക്ഷെ ചന്ദ്രന് ഗ്യാങ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്തായാലും. എടാ അങ്ങനെ ഓശാരത്തിന് ഇട്ട മറ്റേ വേറെ നമുക്ക് വേണ്ട. ചന്ദ്രന് ഗ്യാങ് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് ബാക്കി ഗ്യാങ് സസ്പെൻഷൻ വേണ്ട. ഗ്യാങ് രജിസ്ട്രേഷൻ കൊടുത്തു നോക്കാൻ പറ പിന്നെ പീടിയിൽ തൂർ വെക്കും എല്ലാ ദിവസം പോയി. ഇല്ല ഒരു സംശയമില്ല പാപ്പ, അത് ഒരു സംശയമില്ല. ചന്ദ്രൻ പിന്നെ ഇല്ലേ ചന്ദ്രൻ നീ ഒരു കോടിയുടെ സ്ഥാനത്തുള്ള ഒരാളാണോടാ ടിവിയുടെ. ഇല്ലാണ്ട് ഇതൊരു പീടി വണ്ടിയാണ്. പണ്ടൊക്കെ ഞാൻ എന്തോരം നിറച്ചിട്ടുള്ളതെന്ന് അറിയാം. അന്ന് നീ കോഴിയുടെ അല്ല, നീ ഒരു മെമ്പർ ആയിരുന്നു. നിനക്ക് ഇന്ന് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ് ചന്ദ്ര. അണ്ണ ഇത് അണ്ണന്റെ കോളിഡർ അണ്ണനെ സസ്പെൻഷൻ ആക്കിയ സമയത്ത് നടന്നത്. അതുകൊണ്ടാണ് ഈ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയത്. അണ്ണൻ പറ ഹൗ ടു ഇംഗ്ലീഷ് അണ്ണ അണ്ണ എന്താണ് ഇതൊക്കെ? അപ്പൊ നിന്നെ ഒരു 2 ദിവസം സസ്പെൻഡ് ചെയ്താൽ നിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇതാവോ? നീ ഇത്രക്ക് ഇമ്മച്ചുവർ ആവോ നീ പെട്ടെന്ന്? അണ്ണ അതന്നെ അണ്ണ പറഞ്ഞില്ലേ ഞാൻ സസ്പെൻഡ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊരു ഫ്രീ ആയി. പിന്നെ ചന്ദ്ര ഏഹ് ഇന്നലെ ചന്ദ്രന്റെ മുടിയും ഇതൊക്കെ ഇട്ടിട്ട് മിസ്റ്റർ എക്സിന് മീറ്റിംഗിന് പോയിരുന്നു. സൂപ്പറാ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അതിന് ചിലപ്പോ വേറെ സസ്പെൻഷൻ വരും കേട്ടോ. Last എന്താ admin എന്താ നോക്കി തന്നെ. കേട്ടില്ല. അതായത് ഇതില് നമ്മുടെ ഇതുണ്ടല്ലോ വസുവരെ, ഏതാ നമ്മുടെ ഓക്സിജൻ ഇപ്പൊ ആളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചന്ദ്രന്റെ മുടിയും ഇതെല്ലാം ഇട്ടിട്ട് പോയി. അതെ അത് ദൈവം തൂക്കി എന്നോട് പറഞ്ഞത് മിക്കവാറും അതിന് സസ്പെൻഷൻ വരുമെന്നാണ് കേട്ടത്. എടാ ടെർഫ് ഇല്ലേലും കുഴപ്പമില്ല. അണ്ണ, ഈ സസ്പെൻഷൻ ആദ്യം പറയുമെന്ന് പറയാം. എടാ വന്നാൽ ഒരു ഇച്ചിരിയെങ്കിലും ബുദ്ധി വേണ്ടേടാ. ഇല്ലാണ്ട് അതൊന്നുമില്ല, ഒരു പ്രശ്നം ഇങ്ങനെ എനിക്ക് തള്ളക്കുള്ളി വായിച്ചറിയായിട്ട് ഓരോരുത്തർ പറയുന്നതാണ് ഇങ്ങനെ. പക്ഷെ ചന്ദ്രൻ ചെയ്തതിനെക്കാട്ടും വലിയ തെറ്റാണ് വസുവരെ പറ്റാതെ ചെയ്തത്. സസ്പെൻഷൻ മേടിക്കുന്നത് ശരിയല്ല ഇതിന്. ആദ്യം കണ്ണില്ലാത്തവന്മാരെ കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടാ. കണ്ണില്ലാത്ത അണ്ണന്മാരോട് എന്തോ സംസാരിക്കുന്നത്. എന്തോ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അല്ലാതെ ഇത് ശരിയല്ല കേട്ടോ ഇത്. എന്ത് കോഹ്ലിയുടെ തന്നെ ഇങ്ങനെ സസ്പെൻഷൻ മേടിക്കുകയാണെങ്കിൽ നമ്മളെ പോലെയുള്ള സ്വാധീനം ഇല്ലാത്തൊരു സസ്പെൻഷൻ മേടിച്ചതെന്ന് അല്ല, ഒന്നാമത് കേസ് നമ്മളാണ് സസ്പെൻഷൻ ട്രെൻഡ് കൊണ്ടുവന്നത്. ഇതൊക്കെ നമ്മുടെ തലയിലോട്ടാണ് വരുന്നത്. നമ്മള് കാരണമാണ് വീണ്ടും ഇങ്ങനെ ആവുന്നതെന്ന്. നമ്മളാണ് ഫസ്റ്റ് സസ്പെൻഷൻ ടിവിക്ക് കൊണ്ടു തന്നത്. ഇപ്പൊ സ്വാധീനം ഇല്ലെന്നല്ലേ പറഞ്ഞ. സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളൊക്കെ ചെയ്തില്ല. എടാ നീ എന്തോ ടിവിക്ക് വേണ്ടി എന്തോ ഇവിടുന്ന് ഒരു പൊൻതൂവൽ കൊണ്ട് തന്നത് പോലത്തെ ഗാംഭീര്യത്തിലാണ് നീ അത് പറയണ കണ്ണാപ്പി നമ്മളോട്. അബദ്ധം വെച്ച സസ്പെൻഷൻ അല്ലേ ഇത്. അണ്ണാ ചന്ദ്രൻ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ചെയ്യാനുള്ള തുഴ അണ്ണാ ഇതിപ്പോ അണ്ണാ നമ്മള് നിന്റെ കാലിനടിച്ചൊട്ടിക്കോലേ തല കണ്ടല്ലേടാ വാല് പഠിക്കുന്നത്. മൂത്തവര് ചെയ്തല്ലേ ഇളയവര് പഠിക്കുന്നേട്ടാ. ഇത് ഞാൻ ഡീൽ ഞാൻ ഐ വിൽ ഡീൽ ദിസ് ഐ വിൽ. അപ്പൊ ഒരു കാര്യം എല്ലാവരുടെ ഒന്ന് പറയാണ്. നമ്മളെല്ലാരും ഒന്ന് എല്ലാം സെറ്റായി ഒന്ന് കളിച്ചൊക്കെ വരുവാണ്. ഞാൻ 2026 നമ്മൾ നല്ലൊരു തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു സസ്പെൻഷൻ മേടിക്കുന്നത് ഭയങ്കര ബാഡാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെല്ലാരും ഇപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് സിറ്റുവേഷൻ ഭയങ്കര കുറവായി. ഇപ്പൊ നിങ്ങൾ ഈ 14 ദിവസം സസ്പെൻഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സിറ്റുവേഷൻ ഒന്നും എടുക്കാതെ മുരടിച്ച് പോയി തിരിച്ചു വന്ന് കണ്ട കണ്ടികളുടെ കയ്യിൽ നിന്ന് അടിയും മേടിച്ച് ഡിപ്രഷനായി ഒരു 3 മാസത്തെ ബ്രേക്കും ആവും. സസ്പെൻഷൻ കിട്ടിയ നമ്മളെ തല്ലുകൊണ്ടാ സിറ്റി കിട്ടുമ്പോ നമ്മൾ അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവൂടാ. അത് സസ്പെൻഷൻ ആയി കഴിഞ്ഞാൽ അങ്ങനെയാവും. ചന്ദ്രനെ 30 ദിവസത്തേക്ക് ഗാങ്ങിന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നു. ആ 30 ദിവസം അത് കുഴപ്പമില്ല. അതൊരു കുഴപ്പമില്ല. ഒരു വഴി ഉണ്ടാക്കി സസ്പെൻഷൻ. എന്താ പാപ്പ? ഇല്ല അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യുന്നോട്ടെ. എനിക്ക് ചന്ദ്രനോട് പറയാം. എനിക്ക് കുഴപ്പമില്ല. ചന്ദ്ര ഭരത് സാറിനെ ഒന്ന് പോയി കാണണ്ട പോലെ. നേരെ സാഷ്ടാംഗ പുള്ളിയുടെ കാലിലോട്ട് ഇങ്ങനെ അങ്ങ് വീഴ. അപ്പാപ്പനറിയാം എങ്ങനെയും മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ആ ടിവിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യണം ചന്ദ്ര. ഇല്ല ഒരിക്കലും അത് ഞാൻ ചെയ്യില്ല. അത് ചന്ദ്രൻ ചെയ്യില്ല ഒരിക്കലും. ഞാൻ ചാകണം പരന്തോസം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. ഗ്യാങ് റെസ്ട്രിക്ഷൻ ചിലപ്പോ 30 ദിവസമായിരിക്കും. ഞാൻ പക്ഷെ 90 ദിവസത്തെ സസ്പെൻഷൻ തരും.
ഇല്ല 90 ദിവസം ഗ്യാങ് സസ്പെൻഷൻ തരും. കോ ലീഡറിൽ നിന്നല്ല, 90 ദിവസം ഗ്യാങ് സസ്പെൻഷൻ തരും. ഗ്യാങ് സസ്പെൻഷൻ തരും 90 ദിവസം. ഇത് ടിവിക്ക് ഗ്യാങ് സസ്പെൻഷൻ കിട്ടിയാൽ നിനക്ക് 90 ദിവസം സസ്പെൻഷൻ പ്ലസ് അപ്പൊ 14 ദിവസം ഗ്യാങ് സസ്പെൻഷൻ, 90 ദിവസം നിന്റെ സസ്പെൻഷൻ ചേർത്ത് 104 ദിവസം. 2027 പോയിട്ട് വാ. ഒരു മിനിറ്റ് അണ്ണാ, ഒരു മിനിറ്റ്. ഇത് എന്റെ ഗ്രൂപ്പിൽ പിള്ളേരെ ആക്റ്റീവ് ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ഇപ്പൊ പുറത്തൊരു ഓളം ഉണ്ടാക്കും ഞാൻ. എവിടെ ഓളം ഉണ്ടാക്കിയാലും പുറത്തുള്ളവന്മാരല്ലല്ലോ ഡിസിഷൻ എടുക്കുന്നത്. എവിടെ ഓളം ഉണ്ടാക്കിയാലും ഒരു ഓളം പിള്ളേരെ ഒരു ചന്ദ്രന് വേണ്ടി വാദിക്കുന്ന ഓരോ ആൾക്കാർക്കും ചന്ദ്രന് കൊടുത്തത് +1 മന്ത് വെച്ച് തരും. അന്ന വാസന ഒരു മിനിറ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൈവയ്ക്കേ. ചന്ദ്രന് കൊടുക്കേ ചന്ദ്രൻ ഓളം ഉണ്ടാക്കുമ്പോഴേ സമയത്ത് എന്റെ കൂടെ അല്ലടാ ഇവൻ നമ്മളോടെന്തോ ശത്രുതയുണ്ട്. ഇവനിപ്പോ TG ആയിട്ടാണ് ബന്ധം. ഞാൻ സത്യം പറയട്ടെ, ഞാൻ റേഡിയോയിൽ സംസാരിച്ചപ്പോഴേ ഇച്ചായ പറയുന്നു. അവന്റെ അയ്യോ എലക്ഷൻ എന്താ വയ്യടാ, നിനക്കെന്ത് ഭയങ്കര ക്ഷീണം? കാലില് മുള്ളുണ്ടോ? കണ്ണില്ലാത്തവൻ ഇതിലും ആക്റ്റീവായിട്ടാണല്ലോ നടന്നു വന്നത്. അന്തന്മാർക്ക് ഇതിലും അന്തസ്സുണ്ടല്ലോടാ. പ്രൗഢിക്കൊരു കുറവില്ല. അപ്പൊ അധികം ഇനി പറയാനൊന്നും ഇല്ല. ദയവ് ചെയ്ത് എടുത്തിയാടി ഓരോന്നും ചെയ്ത് ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചു വെക്കരുത്, മനസ്സിലായല്ലോ? അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യാം. എത്ര പേര് വന്നു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഇനിയും വരാനുണ്ട് 10 പേര്. അതില് ഒരു സെക്കൻഡ് ഡെസ്ട്രോ 26. അണ്ണാ ഒരു ഡൗട്ടേ, ഇതിപ്പം ഗ്യാങ് ബാൻ കിട്ടിയാലാണ് ഈ പറഞ്ഞ സസ്പെൻഷൻ ഉള്ളൂ? ഗ്യാങ് ബാൻ കിട്ടിയല്ലേ? ഗ്യാങ് ബാൻ കിട്ടിയാലാണ് ഈ പറഞ്ഞ കാര്യമുള്ളൂ? അതെ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ലൈവ് ഈ തത്സമയം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് #, ചന്ദ്രനൊപ്പം എത്ര പേരിട്ടോ അത്രയും ദിവസം സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കാണാം. അപ്പൊ നിങ്ങളെല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഓരോരുത്തർ വെച്ചാൽ ഞാൻ ഓരോരുത്തരെ വിളിക്കാം. അപ്പൊ ചന്ദ്രൻ എന്നോട് ഒന്ന് പറഞ്ഞ അങ്ങോട്ട് വെളിയിലോട്ട്. ബാങ്കിൽ പോയിട്ട് വരണേ. ബാങ്കിൽ പോയിട്ട് വരണേ. അടാ അക്കൗണ്ടില് വയ്ക്കുമ്പോ ട്രാൻസാക്ഷൻ ഫീ പിടിക്കൂടാ. നഷ്ടം നല്ല എമൗണ്ട് പിടിക്കും. പൈസ വല്ലോണ്ടോ? പൈസ ഓൾറെഡി ഞാൻ പറഞ്ഞത് ടോപ്പ് ഗ്രൈൻഡറിന് ഒരു വലിയ സമ്മാനം പുറത്ത് കാത്തിരിപ്പുണ്ട്. അത് ഒന്നുകൂടെ ടോപ്പ് ഗ്രൈൻഡറിന് വെളിയിൽ ഒരു വലിയ സമ്മാനം നിങ്ങൾക്കായി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. വരാൻ പറഞ്ഞിട്ട് ഇവിടെ വാ നമ്മൾ അവിടെ ഗ്യാങ് കൊണ്ട് മേടിക്കണം നോർമലി. അപ്പാവ വന്നതിന് ശേഷം ആദ്യത്തെ ഇതല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ചന്ദ്ര ഗ്യാങ് ഫണ്ട് അല്ല ഞാൻ വിളിക്കാം അന്നേരം നന്നായി. അല്ല ഞാൻ കാര്യം പറയട്ടെ, നമ്മള് നേരെ ഇടുന്നല്ലേ അക്കൗണ്ടിലോട്ട്? അല്ല എനിക്ക് പൈസ ആയിട്ട് വേണം. ടാസ്ക് എന്ത് കൊടുക്കും ഇവർക്ക്? ഇതൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് വാർ അടിക്കാൻ വേണം, അതുപോലെ ഒരു ഇത് കൊടുക്കാൻ വേണം അല്ലേ? എന്താ വാറിന് ആൾക്കാർ വേണം. നീ പറയണ പരസ്പര ബന്ധമില്ലാതെ ഉദ്ദേശം പറഞ്ഞ സിറ്റില് കാണാൻ വേണം. നമ്മളെ ഇന്ന് കൊടുക്കുന്ന ടാസ്ക് വെച്ചിട്ട് അവന്മാരെ പേടിച്ച് ഇനി ഒരു ഗ്യാങ് ഫണ്ട് മുടക്കരുത്. അല്ല അപ്പൊ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് അറിയാം വാസുവിന്?
പാട്ട് അല്ല അതല്ല അല്ല അതല്ല നമുക്ക് പാട്ട് പാടുക പാട്ട് ഓൾറെഡി പാടിച്ച ഇതിനു മുമ്പ് നമ്മൾ പാടിച്ചിട്ടുണ്ട്. അതോ അണ്ണാ നമുക്ക് ഈ ഗ്യാങ് ഫണ്ട് തരാത്തവര് നമുക്ക് അവരെ ഹയറാർക്കി കുറയ്ക്കാം. മെമ്പറിൽ നിന്ന് എന്തോ താഴെ പഞ്ചായത്ത് എന്തായിട്ട് ഇടാനാ ഞാൻ മെമ്പറിന്റെ താഴെ ഹയറാർക്കി കൊടുക്കുക. അതായത് അവര് പറയുമ്പോ ബാക്കിയുള്ളവർ പറയുന്ന ഗ്രൈൻഡ് ചെയ്തവര് ഇപ്പൊ ഗ്യാങ് ഹൗസിൽ ഒന്ന് തൂക്കാൻ പറഞ്ഞാൽ തൂക്കണം, ഗ്യാങ് ഹൗസിൽ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞാൽ തുടയ്ക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അവർക്ക് ഈഗോ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ. അപ്പൊ തമ്മിൽ തല്ലായി കൊറോണ പോവുകയും ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് ഒരു വിഷമവും തോന്നും, ഗ്രൈൻഡും ചെയ്യും. മനസ്സിലായ? അത് കിടില പരിപാടിയാണ്. ഞാൻ അതല്ല എടാ ഗ്യാങ് ഹൗസിലോട്ട് പയ്യ വാടാ കേറി എടാ കീരി പയ്യ വാടാ ഗ്യാങ് ഹൗസിലോട്ട്. അത് ബ്രേക്ക് സ്ലൈഡ് ചെയ്ത് എടാ എന്താണ് പയ്യ വന്നാ ഇങ്ങനെ ഇടിക്കൂലല്ലോടാ. എടാ ഗ്യാങ് ഞാൻ അവിടെ വെച്ച് ബ്രേക്ക് കിട്ടിയ വാസന വന്ന് സംസാരിക്കാം. ആ പറ അണ്ണാ ഞാൻ പറഞ്ഞ, അതായത് അണ്ണ ആലോചിച്ചോക്ക്, ഗ്യാങ് ഫണ്ട് കൊടുത്തവർക്കല്ലേ വില കൂടുതല്. അതായത് ഗ്യാങ് ഫണ്ട് കൊടുത്തവര് ഗ്യാങ് ഫണ്ട് കൊടുക്കാത്തവരടുത്ത് പറഞ്ഞ കേക്കണം, അത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് ഇപ്പൊ ഞാൻ ഗ്യാങ് ഫണ്ട് തന്ന അത് ഞാൻ അതിനെ പറ്റി അല്ല പറയണേ. ഞാൻ പറയണത് ഇവര് വരുന്നവർക്ക് എന്നും നമ്മൾ ഒരു ടാസ്ക് കൊടുക്കൂലേ. ആ നമുക്ക് ടാസ്ക് കൊടുക്കാം. പക്ഷെ അത് എന്ത് കൊടുക്കുന്നു നീ? അവരെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കണം. ഒരിക്കലും അവരോട് പറഞ്ഞ അതെ അവരോട് പറഞ്ഞാൽ മതി, ചന്ദ്രനെ പറ്റി 4 നല്ല വാക്ക് പറയാൻ പറഞ്ഞാൽ മതി. ഇല്ല അതൊക്കെ അവര് പറയും. കാരണം നല്ല എന്റെ അടുത്ത് നല്ല കാര്യമാണ്. ഇല്ല നല്ല പറയാം, അതാണ്. ഓ അണ്ണ ഇപ്പൊ കാശ് കൊണ്ട് വരുന്നവർക്ക് ടാസ്ക് അണ്ണ അങ്ങനെ മാറ്റി പറയണ. നീ പൊട്ടനാണല്ലോടാ ചന്ദ്ര. നീ ഇപ്പോഴാണ് മനസ്സിലായത്. അണ്ണാ മറ്റേ ഐഡിയ എങ്ങനെ ഉണ്ട്? അത് കിടിലായിരുന്നില്ലേ? അയ്യോ അത് ഭയങ്കര അടിപൊളി. അണ്ണാ അതെന്താണ്? അത് കുഴപ്പം തന്നെ പറയാം. എന്ത് കുഴപ്പം? ഇപ്പൊ ഞാൻ കാര്യം പേട്ടെ അണ്ണ സിമ്പിൾ ആലോചിച്ച് നോക്ക്. ഞാൻ അണ്ണൻ കാശ് തന്നില്ല, ഞാൻ ലീഡർ എന്നിരിക്കോ, ഞാൻ വന്നിട്ട് ഡേ ഇപ്പൊ ഗ്യാങ് ഹൗസ് ഫുള്ള് തൂത്തിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അണ്ണൻ പോയി ചെയ്യണം. അത് അയ്യോ എന്താ എളുപ്പമുള്ള പരിപാടി അത്. അപ്പൊ അവന്മാർക്ക് അപ്പൊ അണ്ണൻ എന്ത് തോന്നുന്നു? ആ കാശ് ഇവിടെ കമ്പനി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന മെമ്പേഴ്സ് തമ്മിൽ ഈഗോ വന്ന് അങ്ങനെ അടിച്ചു പിടിച്ച് പോണം. സീരിയസ് ഇത്ര നേരം നമ്മൾ സീരിയസ് ആയിരുന്നു. ഫണ്ട് ടാസ്ക് കൊടുക്കാം. ഇവിടെ കുറെ പേര് ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. ട്രൂത്ത് ഔട്ട് ആയത് അല്ലെങ്കിൽ മറ്റേ പിക്കപ്പ് ലൈന്. വാസുവിന്റെ മുഖത്ത് നോക്കി നല്ലൊരു പിക്കപ്പ് ലൈൻ പറയാൻ പറഞ്ഞാൽ മതി. ഏത് പിക്കപ്പ് ലൈൻ കൊടുത്താലോ ഒന്ന്? അത് കൊള്ളാത്തതായിരിക്കും. സ്പോട്ടിൽ ഉണ്ടാക്കാൻ പറയണം. എന്നാ ഞാൻ പെണ്ണിനെ വിളിച്ചോണ്ട് കേട്ടോ, ആ പെണ്ണിനെ ഇംപ്രസ് ചെയ്യണം പറഞ്ഞാലോ. ആരാ അല്ലിനെ വിളിച്ചോണ്ട് പോണാ? അവളില്ല അവളെ ഇത് വല്യപ്പന്റെ വീട്ടിൽ പോയി. വല്യപ്പച്ചന്റെ വല്യപ്പച്ചല്ല, വല്യപ്പച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എലി വല്യപ്പച്ചിയുടെ. ആ അതെ വല്യപ്പച്ചിയുടെ ബർത്ത്ഡേ. അതിന് പോയേക്കാ. അതാ ഞാൻ പറയണ, മറ്റേ ദർശനെ വിളിച്ചോണ്ടിരാ. ദർശനെ ഇംപ്രസ് ചെയ്യണം. വേണ്ട അതിന്റെ ആവശ്യമില്ല. ഗ്യാങ് ഹൗസിൽ പെണ്ണിനെ കേട്ടേണ്ട ആവശ്യമില്ല. അണ്ണനെ ലൂസി അന്വേഷിച്ചിന്. ആ വന്ന് 3-4 ദിവസമായി. വേറെ കിടിലായിട്ടുണ്ട്. പിക്കപ്പ് ലൈൻ പറഞ്ഞ് ബിജുവിനെ കമ്പിയാക്കണം. അയ്യേ പൂച്ചേനെ തരത്തില്ല. എനിക്ക് ആകെയുള്ള പൂസിക്കേനെ കൊണ്ട് പിക്കപ്പ് ലൈൻ കൺഫേം. വാസുവിന്റെ മുഖത്ത് നോക്കി പിക്കപ്പ് ലൈൻ പറഞ്ഞെന്താ കേക്കട്ടെ. ഞാനോ പെട്ടെന്നൊരു പിക്കപ്പ് ലൈൻ വന്നു. വാസുവിനെ പറയട്ടെ. ഷർട്ടിലുണ്ട് ബട്ടൺ, വീട്ടിലുണ്ട് കിറ്റൻ, വാസുവന്റെ കുട്ടൻ. അടിപൊളി. എന്റെ അമ്മോ ഇതേപോലെ വാസുവിന്റെ മുഖത്ത് നോക്കി വാസുവിനെ പറ്റി പിക്കപ്പ് ലൈൻ പറയാൻ നമുക്ക് പറയട്ടെ. അതൊക്കെ എടാ അപ്പൊ ഗ്യാങ് ഫണ്ട് കൊണ്ടുവരുന്ന എല്ലാവർക്കും ഓരോ ടാസ്ക് കൂടെ ഉണ്ടേ. എല്ലാരും സ്വന്തമായിട്ടൊരു പിക്കപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കണം. കേട്ടോ? ആ എല്ലാരും ഓരോ വരുമ്പോ ഓരോ പിക്കപ്പ് ലൈൻ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലല്ല ചന്ദ്ര, എനിക്ക് നിന്റെ മുഖത്ത് നോക്കിയപ്പോഴും പിക്കപ്പ് ലൈൻ വന്ന് പറയട്ടെ. ഷർട്ട്, വീട്ടിലുണ്ട് കിറ്റൻ, ചന്ദ്രന്റെ ഒരു പൊട്ടൻ.
പോരാ പോരാ ഇല്ലല്ല പോരാ ലോക്കൽ റിജക്ട് കുറച്ചുകൂടെ ഹൈ എൻഡ് സാധനം വേണല്ലേ? രണ്ടുപേര് കത്തിപ്പോയി. എടാ, ഈ വണ്ടി മാറ്റിയിടാൻ പോയതാടാ ഇങ്ങോട്ന്ന്. ഹലോ, ഓഷ്യൻ ഹൈവേ ആണ്. കണ്ണ് സൈഡിലോട്ട് മാറിക്ക്, ഒരുപാട് വണ്ടികൾ വരുന്ന. കണ്ണ് എന്റെ ഞാനേ ഇത് എടുക്കാൻ പോയതാണ് പൈസ. ആ എന്നാ അകത്തോട്ട് പോ. ഞാൻ വിളിക്കാം, അകത്തോട്ട് പോ. വാ ഇത് വഴി നേരെ നേരെ അണ്ണേ. ഇത് വഴി. വീലാങ്കർക്ക് സെപ്പറേറ്റ് വേണോ? അല്ലല്ല ഞാൻ അല്ലാതെ വിളിച്ചോളാം. ഗ്യാങ്സിനകത്ത് റെസ്റ്റ് ചെയ്തിരുന്നാ മതി. ഞാൻ വിളിച്ചോളാം. എടാ, ഒന്ന് കൈ പിടിച്ച് കൊണ്ടുപോടാ പോയി. കൈ പിടിക്കാൻ വാടാ എന്നെ കൂടെ കൊണ്ടുപോടാ. ടാസ്ക് കൂടെ കിട്ടി വാസുവിന്. പറ പാപ്പാ. എന്താണെന്നറിയോ? അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും അതൊരു തെറ്റുത്തരേ പറയാം. അപ്പൊ അത് വേണ്ട. നമ്മൾ എന്ത് ചോദിച്ചാലും പരസ്പര ബന്ധമില്ലാതെ തിരിച്ച് സംസാരിക്കണം. അതെ അതെ, അത് കൊള്ളാം. അത് നമുക്ക് ഇവന്മാരെ അടുത്ത് വരുമ്പോ പറയാം. ഇപ്പൊ പറയട്ടെ. അടുത്ത് വരുമ്പോ പറയാം. അണ്ണാ ഒന്ന് ചത്ത് എടാ, ഇവനെ കൊണ്ട് എന്ത് മുമ്പ് വന്നു. അതിന്റെ അച്ഛനോട് പറ. എടാ, ഇവനെ കൊണ്ട് എന്തിനാടാ ഉപകാരം ഉള്ളത് നമുക്ക്? എടാ എല്ലാം റെഡി അല്ലേ? വാസുവിന് ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം. ഇല്ല ലാസ്റ്റ് എടുക്ക. ലാസ്റ്റ് എടുക്ക, കുഴപ്പമില്ല. ഓക്കെ. ഓ ന്യൂ ലൈഫ് റൂള്. വാസുമാരെ വേഗം ഏതെങ്കിലും EMS വിളിച്ച് പൊക്കിക്കോ, ഇല്ലെങ്കിൽ പേര് പോലും ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഹലോ വാസു, കുറച്ച് ഡ്രിപ്പ് ഒക്കെ ആയിരുന്നു, അതാ ബിസി ആയി പോയത്. അയ്യോ താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ മിസ് ചെയ്തു. ഞാൻ എങ്ങനെ ആണ് ബിസിനസ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ. മീറ്റിംഗ്സ് വന്നാൽ പറ്റത്തുള്ളൂ. മിസ് യു ഡേ 1, മിസ് യു ഡേ 2, മിസ് യു ഡേ 3, മിസ് യു ഡേ 4. ഹലോ ലൂസിയ, ഹലോ ഹലോ കേക്കോ? സുഖാണോ? സുഖമാണ് ലൂസിയ. എന്താ ഒന്നും പറയാതെ പോയത്? അത് എന്റെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായതാ, സോറി കേട്ടോ. അയ്യോ, എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. പെട്ടെന്ന് അത്രയും നമ്മള് കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം കാണാതായപ്പോ എന്തോ ഒരു ഇതായി പോയി. ആക്ച്വലി ഞാൻ വിളി വന്ന് എനിക്ക് പോയിന്റ് വന്നതാ. ആണല്ലേ? ഇടക്കിടക്ക് സൂസന്റെ സൗണ്ടിന്റെ ഒരു സിനോണിമസ് ഞാൻ പോലും വിചാരിച്ചില്ല. ആണല്ലേ? ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്റെ അടുത്ത് ഓരോരുത്തര്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ, ഒരാളെങ്കിലും എന്നെ ഓർത്തിരുന്നല്ലോ എന്ന് ആലോചിച്ച്. ഞാൻ വന്നപ്പോഴേ മെസ്സേജ് നോക്കിയപ്പോ ഫസ്റ്റിലേ കിടക്കുന്നു. അപ്പൊ എനിക്ക് എന്തോ പറഞ്ഞു, ഞാൻ ആക്ച്വലി എനിക്ക് എന്ത് പറയാൻ അറിയാത്തത് വരെ, കാരണം എന്നെ വേറെ തിരക്ക് പോലും ഇല്ല. അങ്ങനെ എല്ലാരെ പോലെ ഈ പരുന്തുവാസിനെ കാണരുത് ലൂസിയ. എനിക്ക് മനസ്സിലായി. എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല എല്ലാം ഓക്കെ ആക്കിയിട്ട് ഇന്ന് ഞാൻ 2 ദിവസമായി വന്നിട്ട്, 2-3 ദിവസമായി. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഓ, ഞാൻ 2 ദിവസമായിട്ട് സിറ്റിയിൽ ഇല്ലായിരുന്നു, അതാണ് കാണാൻ പറ്റാതെ പോയത്. എന്തായാലും ഇന്നിവിടെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലൂസിയെ വിളിക്കാം. ഓക്കെ മതി. ഞാൻ അറിഞ്ഞായിരുന്നു, ആക്ച്വലി മന്ദാര എന്നോട് പറഞ്ഞു. ആണല്ലേ? ഞങ്ങൾക്ക് ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നോ ടർഫിന്റെ ഓപ്ഷൻ പരിപാടിക്ക്? ഞാൻ കുറച്ചേരം ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ പിന്നെ പോയി. ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. സെയിം ദേർ ലൂസിയ. ഓക്കെ. വോയിസ് ചേഞ്ചർ ആണ്. ഞാൻ പെണ്ണ് കെട്ടി ജീവിക്കാനൊന്നും അല്ലല്ലോ ഇതിനകത്ത് ഇത് ചെയ്യുന്നത്. വോയിസ് ചേഞ്ചർ ആണെങ്കിലും അല്ലെങ്കിലും RP ആയിട്ട് വോയിസ് ചേഞ്ചർ ആണെങ്കിലും എല്ലാത്തിനും ഒരു മിനിമം ഒരു നമ്മൾ എല്ലാ കാര്യങ്ങളും റെസ്പെക്ട് ഒരു മിനിമം ഒരു ഇത് കൊടുക്കണം. ചില്ലാവ് ഒരാൾക്കൂടെ റെസ്പെക്ട് കൊടുക്കണ്ടേ? ഹലോ ഹലോ ദർശന,
ഓ നമ്മളെയൊക്കെ മറന്ന് മറന്നിട്ടില്ല ഞാൻ 2 ദിവസമായിട്ട് ഞാൻ സിറ്റിയിൽ ഇല്ലായിരുന്നു. ഞാൻ അതിന്റെ ഒരു ഇതായതുകൊണ്ട് ഞാൻ വന്ന ഉടനെ ഞാൻ ആദ്യം ഇവിടെ വന്ന് കാല് കുത്തിയതേ ഉള്ളൂ. ഉടനെ തന്നെ ഞാൻ ഫസ്റ്റ് വിളിച്ചത് ദർശനയാണ്. സത്യോ? ഓ സത്യം. ഞാൻ ഫോൺ ഓണാക്കി ആദ്യം നോക്കിയത് ദർശനം എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടോന്നാണ്. അപ്പൊ ഞാൻ അയച്ച മെസ്സേജ് കണ്ടു. കണ്ടിട്ടാ വിളിച്ചത്. അണ്ണാ മാറി കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആയി മാരേജ് ഉടനെ ഉണ്ടെന്ന് ചന്ദ്രബോസ് പറഞ്ഞത് സത്യമാണോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ കുറെ ഇവന്മാരുണ്ട്. അവന് ഓൾറെഡി കമ്മിറ്റഡ് ആയ പെണ്ണും കൊച്ചും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു കൊച്ചിനെ പോലും ലൈൻ അടിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഇങ്ങനെ സ്റ്റിൽ സിംഗിൾ ആൻഡ് യങ് ആയിട്ട് നടക്കുന്നതിന്റെ ഒരു കണ്ണുകടി, അത്രേ ഉള്ളൂ. ചന്ദ്രൻ വേറെ പലതും പറഞ്ഞു. എന്താണ്? അണ്ണന് നല്ല പ്രായമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഐ ആം ജസ്റ്റ് 28. എന്നിട്ട് ചന്ദ്രൻ പറയാ ആ കളവനെ കൊണ്ട് ഒന്നും പോയി മിണ്ടല്ലേ, കുട്ടിക്ക് വേണമെങ്കിൽ എന്നോട് മിണ്ടിക്കോളെ. അതെ 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 ഒരു സ്വന്തമായിട്ടൊരു പെണ്ണുമുള്ള വെല്ലോറിന്റെ ഒരു കൊച്ചും ഏറ്റെടുത്ത് ഇതെല്ലാം ഇട്ട് നടക്കണം. അവന്റെ അടുത്ത് ഇനി പോയിട്ട് മിണ്ടിയിട്ട് എന്തിനു ചെയ്യാനാണ് ദർശനം? ഒന്നും ചെയ്യാനില്ല. പെണ്ണുമ്പോൾ അവനെ വെളിയിൽ പോലും വിടത്തില്ല. അവന്റെ ഫോൺ മോശം സമയം വിളിക്കുമ്പോ അവളുടെ കയ്യിലായിരിക്കും എപ്പോഴും. അവക്കാണെങ്കിൽ ഇവന്റെ ഈ കോഴിസോകം കാരണം സംശയമാണ് പുള്ളിക്കാരിക്ക്. എന്നോട് പറഞ്ഞു ചന്ദ്രനും അലീനയും ബ്രേക്കപ്പ് ആയെന്ന്. ബ്രേക്കപ്പ് ആയെന്നല്ലേ? സൂപ്പർ. എങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റണേ? പിന്നെ വേറൊരു കാര്യോട് പറഞ്ഞു. പറഞ്ഞോ. കുട്ടിയുടെ പേര് അനുഗ്രഹ എലി എന്നാണ്. കെട്ടാൻ പോകുന്നു കുട്ടിയുടെ പേര്. അല്ലോ ശരിക്കും കേക്കൂ. പെൺകുട്ടി കുട്ടിയുടെ പേര് അനുഗ്രഹ എലി എന്നാണ്. അനുഗ്രഹ എലിയോ? ആ പെൺകുച്ചായിട്ടാണ് അണ്ണന്റെ കല്യാണം സെറ്റാക്കിയേക്കുന്നത്. അങ്ങനെ ഒരു പെൺകുച്ചിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അനുഗ്രഹ എലിയോ? എലി അറിയാലോ, ഓൾറെഡി എന്റെ എക്സ് ആയിരുന്നു, അറിയാലോ. ഞാൻ ഓൾറെഡി സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അനുഗ്രഹം ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലേ. അതാര് അനുഗ്രഹ ഇല്ലേ? ഇവൻ വായി തോന്നുന്ന എല്ലാ പേരും ഇങ്ങനെ ചുമ്മാ വിളിച്ച് പറയണതാ. അണ്ണനെ പറ്റി ഇങ്ങനെ കൊറേ ആയിട്ട് എല്ലാരും വന്നിട്ട് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആലോചിക്കാലോ ദർശന, എത്ര പേരാണ് എനിക്കെതിരെ ഇതാക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്തെന്ന്. ഞാൻ പിന്നെ അണ്ണനോട് പറഞ്ഞല്ലോ, എനിക്ക് എന്തേലും ആരെങ്കിലും വന്ന് പറഞ്ഞ ആദ്യം ഞാൻ അത് അണ്ണനോട് ചോദിച്ച് ക്ലിയർ ചെയ്യത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അണ്ണനെ വിളിച്ചത്. ഓക്കെ ദർശന, ഓക്കെ, കുഴപ്പമില്ല, ഓൾ ഗുഡ്. ഞാൻ ഗ്യാങ് ഫണ്ട് ഒന്ന് കളക്ട് ചെയ്ത് വിളിക്കാവേ. ഓക്കെ അണ്ണാ. ഓക്കെ ദർശന. ഓൾ ഗുഡ്. ഗ്യാങ് ഫണ്ട്. ഒന്ന് പൊക്കാവോ സാർ പെട്ടെന്ന്? Take photo. Collecting gang fund. ദർശന സാറിനെ പൊക്കാന്നപ്പോ എന്റെ ഓറ ഞാൻ തോന്നുന്നു. സാറിന്റെ ഓറ ഭയങ്കര കൂടുതലേ. ഓ സാർ ഇച്ചിരി ഓറ കൂടുതലാണ്. അണ്ണാ ഒന്നുകൂടി പട്ടിക്കാട്ടം വിൽക്കാണ്ടെന്ന് ഓലക്സ് ഇടുവല്ല, ഞാൻ എന്റെ ഫോട്ടോ കഴിച്ചു കൊടുത്തതാ. പറഞ്ഞോ. നിന്റെ ഫണ്ട് ഉണ്ടല്ലോ അല്ലേ? അണ്ണാ എന്റെ ഉണ്ട്. അണ്ണാ ഇപ്പൊ എന്താണത്? എന്റെ ഫണ്ട് എന്റെ ഉണ്ട്, നിന്റെ ഫണ്ട് നിന്റെ ഉണ്ടല്ലോ. ഓ അണ്ണാ എന്റെ ഉണ്ട്. എന്റെ ഫണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. എന്റെ ഫണ്ടും എല്ലാവർക്കും അറിയാം. 20, 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore, 174 കോടി ഉണ്ട് എന്റെ ഗ്രൈൻഡ് ചെയ്ത പൈസ. നമ്മൾ ഓരോരുത്തരായിട്ട് വിളിക്കുകയാണേ.
ആ ഇല്ല ബോബോയ് ഇപ്പൊ വിളിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കത്തുള്ളൂ. അണ്ണാ ഞാനൊരു കിടിലൊരു ഇല്ല, ഇത് എഴുതിയിട്ടുണ്ട് കേട്ടെ. റാൻഡം പിക്ക് എല്ലാരും താഴോട്ട് വന്നോ. ഹലോ ഇതാരാ? ഹലോ ബ്രോ, ഇവിടെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ നടക്കുവാണേ. ഹലോ സാറേ, ആ പറഞ്ഞോ. നീകൻ സാറുണ്ടോ? നീഗർ സാറോ? നീകം ബ്രോനെ കാണാൻ വന്നേ. ആ പറഞ്ഞോ, എന്തൊരു എന്തുപറ്റി? അതെന്താ അറിയോ, ഞാന് നീകം ബ്രോയുടെ കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വിളിക്കോ നീകം ബ്രോനെ? എത്ര കോടിയാ? 70. നീഗൻ ഒന്ന് വരുമോ ഇങ്ങോട്ട്? നീഗൻ മാത്രം ഇങ്ങോട്ട് വരുമോ? യു മീൻ 70 crores? അതെ സാർ. അണ്ണാ എനിക്ക് എന്റെ ബാങ്ക് ഒന്ന് ഒന്നുകൂടി ചെക്ക് നീഗനെ ചെയ്യണം. കാണാൻ ഒരാളോടെ നിൽക്കുന്നു, ഒന്ന് വരുമോ? എന്റെ ബാങ്ക് ചെക്ക് ചെയ്യണം. പമ്പാവാസനാണെന്ന് പറഞ്ഞാൽ മതി. പമ്പ അതിന് പമ്പിൽ തന്നെ എടുത്തവൻ കാശ്. അല്ലാണ്ട് ഇതാരാണത്? ഹലോ ബ്രോ, ഞാൻ പമ്പാവാസൻ. അണ്ണാ ഇതെന്റെ ഫ്രണ്ടാണ്. ആ ഓക്കെ മനസ്സിലായി. പമ്പ ഇല്ല ഇത് ശരിക്കും ഫ്രണ്ടാ. കാര്യമാണ് എന്താടാ പറഞ്ഞോ, കേക്കടാ. അണ്ണാ എന്റെ പൈസ ഉണ്ടായിരുന്നണ്ണാ. ആ. ഒരു പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഒരു മറിക്കാൻ കൊടുത്ത്. ആ അതാ ആള് വന്നല്ലോ, അവനെ മേടിച്ചോ. അവന്റെ ഇല്ലാന്ന് പറയണേ. അവന്റെ ഇല്ലെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ ബ്രോ ഇവന് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ 1.5 മാസം ഇവന് അല്ല സസ്പെൻഷൻ. അണ്ണാ ബ്രോ ഹെൽപ്പ് സസ്പെൻഷൻ ആക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതെന്താ പറയാ, ഞാൻ എന്താ ഇല്ല, അത് അറിയാം. എനിക്ക് എന്റെ അടുത്ത് പറയണ്ട ബ്രോ, എന്റെ അടുത്ത് പറയണ്ട. ഇത് ഞാൻ ബ്രോയുടെ ഡീലല്ല, ഇത് അവന്റെ അടുത്ത് പറഞ്ഞാൽ. കേട്ടോ എന്താ സീരിയസ് ആയിട്ടാണെങ്കിലേ എന്നാ പറഞ്ഞോ, എന്താ കേക്കട്ടെ. സാർ ഞാനിവിടെ സിറ്റിയിൽ എത്തിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയായിരുന്നു. ആ. ഓക്കെ, ഞാനൊരു പാർട്ണറും കൂടി. ഒന്ന് ഒരു 1.5x ഇടാവോ സ്പീഡ്? എന്തായാലും അറിയോ, അപ്പോഴേ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ എന്നെ പറ്റിച്ചിട്ട് കാശ്. അല്ലല്ല ബ്രോ, എന്ത് ബിസിനസ് തുടങ്ങി? ഞാനൊരു ഇതായിരുന്നു, എന്താ മറ്റേ തുണിക്കച്ചവടം. ഏതാ? തുണിക്കച്ചവടം. സാർ ഞാനിവിടെ പലറ്റ് സർക്കാർ ഇവിടെ പലയറ്റല്ലേ? അല്ല അണ്ണാ അതാ അവരിൽ പൈസ പോയി ഇല്ല ഇപ്പൊ തരാനായിട്ട്. അതാണ് സംഭവം. പലയറ്റെ പോലെ എങ്ങനെയാണ് സുഹൃത്തിന് നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ്? അല്ല ഇതിലിപ്പോ കൊണ്ടുപോയി. അവനെ പറ്റിച്ചു. എന്ത് സർക്കാർ ഇവരോട് കൂടെ ഉണ്ടായിരുന്നേ? ഇല്ല അവനൊന്നും ചെയ്യില്ല, നിന്നെ ചെയ്യത്തുള്ളൂ. ഇല്ലടാ കുഴപ്പമില്ല. അതിപ്പോ ഞാൻ ഗ്രൈൻഡ് ചെയ്തല്ല. പറ്റിച്ചുകൊണ്ടുപോയി ഇല്ല ഇതിപ്പോ ഞാൻ ഒരുത്തനെ കാശ് പറ്റിച്ചത് വേറൊരാളാ. പറ്റിച്ചത്. ബ്രോ ആരുടെ കൂടെ പാർട്ണർഷിപ്പ് ചെയ്ത് ബിസിനസ് നടത്തി? നീകളുടെ കൂടെ ആണോ മറ്റേ ആണോ? അപ്പൊ അവൻ ഫുൾ തകർന്നിരിക്കും. അപ്പൊ അവന് ചോദ്യം വേണ്ട, വെറുതെ അല്ല വേണ്ട 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 വേണ്ട. നീ ആരുടെ കൂടെ ബിസിനസ് ചെയ്ത്? നീകളുടെ കൂടെ ആണോ വേറെ ആളുടെ കൂടെ ആണോ? ഞാൻ ബിസിനസ് അവൻ ഫുൾ വേറെ ആളുടെ കൂടെ ബിസിനസ് ചെയ്തു. അതെ അതെ. നിക്ക സംസാരിക്കട്ടെ. അപ്പൊ എത്ര കോടി രൂപയ്ക്കാണ് നീ ബിസിനസ് ചെയ്ത്? ഞാൻ 100 കോടിയായിരുന്നു. 100 കോടി. ഇതില് 80-20 80 എന്റേതും 20 അയാളുടെ ആയിരുന്നു. അങ്ങനല്ല, ക്യാപിറ്റൽ 200 കോടി ഉണ്ടായിരുന്നല്ലേ? 100 സെന്റ് ആവണല്ലേ? അതില് 80-20 ആയിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ അവനെ ഏൽപ്പിച്ച് പലയറ്റമല്ലേ, എനിക്ക് എപ്പോഴും അങ്ങോട്ടും പോകാൻ പറ്റാത്തോണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ചു പിള്ളേരെ. ഇത് സത്യോട്ടോ ചന്ദ്ര, ചന്ദ്ര പോലും വിശ്വസിക്കില്ലെന്നറിയാം. സമയം പിന്നെ സംസാരിക്കാം. സംസാരിക്കാം. അണ്ണാ ഫോൺ ഇങ്ങ വന്നേ ഏടാ സിറ്റി കത്തിയോ?